നമ്മുടെ കുബൂസ് ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈങ് പാനിലിട്ടിട്ട് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിതാ കുബൂസ് എല്ലാം കൂടെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശത്തവ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മളിതാ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്നായി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് ചുട്ടെടുക്കാട്ടോ. നമ്മുടെ കുബൂസ് ഇതാ നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്. കണ്ടല്ലോ എല്ലാവരും എന്താ പൊങ്ങി വരുന്നുണ്ട്. നമ്മുടെ കുബൂസ് ഇതവിടെ നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇതാ ബബിൾസ് പോലെ വരുന്നത് കണ്ടല്ലോ അല്ലേ. ഇതാണ് കേട്ടോ കുബൂസ്. അങ്ങനെ ബബിൾസ് പോലെ വരണം കേട്ടോ. നമ്മൾ കുബൂസ് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഈസ്റ്റ് നല്ലപോലെ ആക്റ്റീവായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ബബിൾസ് പോലെ വന്ന്. ഇതാണ് കേട്ടോ കുബൂസ്. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവേണ്ടത്. ഇതേപോലെ ബബിൾസ് വരണം കേട്ടോ. നമുക്കിതിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെതാ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈസ്റ്റ് നല്ലപോലെ ആക്റ്റീവ് ആയതുകൊണ്ടും അതേപോലെ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മാവ് നല്ലപോലെ വലിച്ച് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ കുബൂസ് ഇവിടെ നല്ലപോലെ പൊങ്ങി വരുന്നത്, അതേപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ ഞാനിതാ ഈ കനത്തിലാണ് കേട്ടോ ഇവിടെ നമ്മുടെ കുബൂസ് പരത്തി എടുത്തിട്ടുള്ളത്. ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാനിവിടെ ഈ കനത്തിലാണ് കുബൂസ് പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് ദോശ തവയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ. നമ്മളിതാ ഇട്ട് കൊടുത്ത് നമ്മുടെ കുബൂസ് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതാ നിങ്ങൾക്ക് കാണാനായി പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന ഈസ്റ്റ് നല്ലപോലെ ആക്റ്റീവായി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ലപോലെ ക്ലീൻ ആയിട്ടുള്ള കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വലിച്ച് നല്ലപോലെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ നമ്മൾ കുബൂസ് ഉണ്ടാക്കും ഇതേപോലെ പൊങ്ങി വരുന്നത്. അതേപോലെ നമ്മൾ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളെ കുബൂസ് ഇങ്ങനെ നല്ലപോലെ പൊങ്ങി വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ നമ്മൾ ഈസ്റ്റ് ആക്റ്റീവ് ആവാനായി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ തിളപ്പിച്ച വെള്ളമോ അതേപോലെ ഒരുപാട് തണുത്ത വെള്ളമോ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇളം ചൂടുള്ള വെള്ളം മാത്രം ഈസ്റ്റ് ആക്റ്റീവ് ആവാനായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കുബൂസ് ഇതുപോലെ പൊങ്ങി വരുള്ളൂ കേട്ടോ. നമ്മൾ കുബൂസ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നമ്മുടെ കുബൂസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുബൂസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ അതിനെ നമുക്ക് കറക്റ്റായിട്ട് കുബൂസ് റെഡിയാക്കി എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കുബൂസ് എല്ലാം നമ്മളിതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കുബൂസ് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് ചിക്കൻ ഷവർമ ഉണ്ടാക്കി കൊടുത്താൽ അവരും ഹാപ്പി ആവും കേട്ടോ. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ കുബൂസും അതേപോലെ ചിക്കൻ ഷവർമയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനേ പറ്റും കേട്ടോ. നമ്മുടെ മക്കൾക്കായാലും നമ്മൾക്കായാലും അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിലും അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനേ പറ്റും കേട്ടോ. വെറൈറ്റി ആയിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ നമ്മുടെ മക്കളും ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ വെറൈറ്റി ആയിട്ട് അവർക്ക് ഇതേപോലെ ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരും ഹാപ്പി ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ഷവർമ ആയാലും കുബൂസ് ആയാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായി പറ്റും കേട്ടോ. അപ്പോൾ ഇതിനി കഴിക്കാനായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായി പറ്റും. പുറത്ത് പോയിട്ട് കഴിച്ചിട്ട് ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് നമുക്ക് ഹെൽത്തൊന്നും കേടുവരുത്താതെ വയറിളക്കുമ്പോൾ ഛർദിയൊന്നും വരുത്താതെ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാനേ പറ്റും കേട്ടോ. അപ്പം ഇനി 2 കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതേപോലെ ദോശക്കല്ലിലിട്ടിട്ട് ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ. നമ്മളിതാ ഓൾറെഡി ഇവിടെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുബൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുബൂസ് എല്ലാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പീത്ത ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഞാൻ ചെയ്ത് ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യട്ടോ. അപ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ കുബൂസ് റെഡിയാക്കി എടുക്കാനായി പറ്റും കേട്ടോ. ഇളം ചൂടുള്ള വെള്ളം തന്നെ നമുക്ക് ഈസ്റ്റ് ആക്റ്റീവായി വെക്കുമ്പോൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് തിളച്ച വെള്ളമോ അതേപോലെ ഒരുപാട് തണുത്ത വെള്ളമോ ചേർത്ത് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവായി വരില്ല. അങ്ങനെ ഈസ്റ്റ് നല്ലപോലെ ആക്റ്റീവായി പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം തന്നെ അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാല് തന്നെ ചേർത്ത് കൊടുക്കാനായി ശ്രമിക്കുക കേട്ടോ. ഞാൻ ചെയ്ത ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല സോഫ്റ്റായിട്ട് കുബൂസ് റെഡിയാക്കി എടുക്കാനേ പറ്റും കേട്ടോ. അതാ കാണുന്നുണ്ടല്ലോ, നല്ല സോഫ്റ്റ് ഉണ്ടോ നമ്മുടെ കുബൂസ്. ഞാനതിപ്പോൾ കാണിച്ചു തരാം. ഇതാ തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായി പറ്റും.
നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? നല്ല സോഫ്റ്റാണ് നമ്മുടെ കുബൂസ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുബൂസ് ഇതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും എന്നെപ്പോലെ തന്നെ ഇതേപോലെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നിങ്ങൾക്കും ഇതേപോലെ, നിങ്ങൾ എല്ലാവർക്കും ഇതേപോലെ തന്നെ കുബൂസ് റെഡിയാക്കി എടുക്കാനേ പറ്റൂ കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഇതേപോലെ കുബൂസ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാനേ പറ്റൂ കേട്ടോ. കുറച്ചൊന്ന് പണിയെടുത്താൽ നമുക്ക് ഹെൽത്തി ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം വീട്ടിൽ തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനേ പറ്റൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ കുബൂസ് ട്രൈ ചെയ്ത് നോക്കണേ, ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.